ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. സ്പാനിഷ് കരുത്തരായ റയൽ മാഡ്രിഡ് വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും അതിനോട് നീതി പുലർത്തുന്ന രൂപത്തിലുള്ള പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സീസണിന് ശേഷം ക്ലബിനകത്ത് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം എന്ന തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ഡേവിഡ് അലാബയുമായി ബന്ധപ്പെട്ടതാണ്. വരുന്ന സമ്മറിൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് അലാബ ക്ലബ്ബ് വിട്ടേക്കും. ഇദ്ദേഹത്തെ നിലനിർത്താൻ റയൽ മാഡ്രിഡ് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ഫാബ്രിസിയോ റൊമാനോ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പല ക്ലബ്ബുകളും ഈ താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ താരം അത് കമവിംഗയാണ്. വരുന്ന സമ്മറിൽ ഇദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ താരത്തിന്റെ ഏജന്റ് ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. കമവിംഗക്ക് കോൺട്രാക്ട് അവശേഷിക്കുന്നുണ്ട്, അദ്ദേഹം എവിടേക്കും പോകുന്നില്ല എന്നാണ് താരത്തിന്റെ ഏജന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് പരിശീലകനായ യുർഗൻ ക്ലോപ്പാണ്. ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ റയലിലെ പലർക്കും താല്പര്യമുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ പരിശീലക സ്ഥാനത്തേക്ക് മടങ്ങിയെത്താൻ ക്ലോപ്പ് റെഡിയാണോ എന്നുള്ളത് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ക്ലോപ്പ് ആദ്യ സ്റ്റെപ്പ് എടുത്തു വെക്കണം എന്നാണ് റയലിന്റെ നിലപാട്. എന്നാൽ മാത്രമാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമത്തേത് വിനീഷ്യസ് ജൂനിയർ ആണ്. ഈ ബ്രസീലിയൻ താരത്തെ ഒഴിവാക്കണമെന്ന് പല റയൽ ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റയൽ താരത്തെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഫാബ്രിസിയോ റൊമാനോ പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിന് ശേഷം താരത്തിന്റെ കോൺട്രാക്ട് പുതുക്കും. ഇദ്ദേഹത്തെ നിലനിർത്തണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി, അതല്ലെങ്കിൽ ആ തീരുമാനം എടുത്തിട്ടുള്ള വ്യക്തി അത് പെരസ് തന്നെയാണ്. ഇനി അഞ്ചാമത്തേത് ടോണി ക്രൂസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. വരുന്ന സീസണിലേക്ക് ഇദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാൻ തന്നെയാണ് റയലിന്റെ തീരുമാനം. ബോർഡിന്റെയും സ്ക്വാഡിന്റെയും ഇടയിലുള്ള ഒരു കണക്ടർ ആയിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ ക്ലബ്ബ് പരിഗണിക്കുന്നത്. അടുത്ത സീസണിൽ ക്രൂസ് റയലിന്റെ ഭാഗമാവാൻ തന്നെയാണ് സാധ്യത. അതൊരു താരമായിക്കൊണ്ടാവില്ല, മറിച്ച് മറ്റൊരു റോളിലായിരിക്കും. ഇത്രയും അപ്ഡേറ്റുകളാണ് റയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വരുന്ന സമ്മറിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ തന്നെയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.